പ്രിയപ്പെട്ടവരെ, നഗരസഭയുടെ ഇന്നത്തെ കൗൺസിലിൽ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നഗരസഭാ കൗൺസിൽ ഒന്നടങ്കം എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുക. നമ്മളുടെ നഗരത്തിൽ അലഞ്ഞു തിരിയുന്ന നായ്ക്കളുടെ ശല്യം അല്ലെങ്കിൽ തെരുവോരത്തെ നായ്ക്കളുടെ ശല്യത്തെക്കുറിച്ച് വലിയ രീതിയിലേക്കുള്ള പരാതി പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. അത് പരിഗണിച്ച് നഗരസഭ 20 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് നഗരസഭയുടെ തന്നെ സ്ഥലത്ത് പുതിയതായി നായ്ക്കൾക്കുള്ള ഷെൽട്ടർ പണിയുന്നതിനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഷെൽട്ടർ പണിത് പൂർത്തീകരിക്കുമ്പോൾ വന്ധീകരിക്കുന്ന നായ്ക്കളെ അവിടെ കൊണ്ട് പാർപ്പിക്കുകയും അതിന് ഭക്ഷണം കൊടുത്തുകൊണ്ട് അതിനെ പരിപാലിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്കാണ് നഗരസഭ ചിന്തിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവായി റോഡുകളിലൂടെ അല്ലെ മാർക്കറ്റുകളിലൂടെ അല്ലെ സ്കൂളിൻ്റെ പരിസരത്തൂടെയൊക്കെ ഉണ്ടാകുന്ന നായ്ക്കളുടെ ശല്യം ഒഴിവാക്കിക്കൊണ്ട് സുരക്ഷിതമായ യാത്ര ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് നഗരത്തെ ചിന്തിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലത്തെ മഴയിലും കാറ്റിലും നഗരസഭയുടെ ഗ്യാസ് ക്രിമിറ്റോറിയത്തിൻ്റെ പുകക്കുഴൽ തകർന്നു വീണിട്ടുണ്ട്. ആ പുകക്കുഴൽ തകർന്നു വീണത് ഇന്ന് ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി അപകട സാഹചര്യം ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും പുതിയതായി ഒരു ഫർണസ് സ്ഥാപിക്കുന്നതിന് നഗരസഭ തയ്യാറായിരിക്കുക. ഇന്ന് അതിന് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ഏകദേശം 25 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് നഗരസഭ പുതിയ ഒരു ക്രിമിറ്റോറിയവും പുതിയ ഒരു ഗ്യാസ് ചേമ്പറും അതോടൊപ്പം അതിൻ്റെ മറ്റ് അനുബന്ധമായ സാധനങ്ങളും പുകക്കുഴലുമൊക്കെ പുതിയതായി സ്ഥാപിക്കാനാണ് നഗരസഭാ കൗൺസിൽ ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് എന്തായാലും ഗ്യാസ് ക്രിമിറ്റോറിയത്തിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുമെന്നുള്ളത് ഖേദപൂർവ്വം നിങ്ങളെ അറിയിക്കുക. അതിനുശേഷം നമുക്ക് നിലവാരത്തോടു കൂടിയുള്ളൊരു ഗ്യാസ് ക്രിമിറ്റോറിയത്തിൻ്റെ ചേമ്പർ അടക്കവും പുകക്കുഴലും ഉണ്ടാകുമ്പോൾ ഈ അപകട സാഹചര്യം ഒഴിവാകുമെന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഇതോടൊപ്പം തകർന്നു വീണ പുകക്കുഴലുകൾക്ക് പകരമായി അവിടെ ഒരു പുകക്കുഴലിലൂടെ ഉയരുമ്പോൾ 2 ഗ്യാസ് ക്രിമിറ്റോറിയം ഒരേപോലെ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് നമുക്ക് ചിന്തിക്കാനാണ് നഗരസഭ ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തെരുവോരത്ത് കച്ചവടം ചെയ്യുന്ന വ്യാപാരത്തെ സംബന്ധിച്ച് വലിയ രീതിയിലേക്കുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ കച്ചവടക്കാരെ ഏകീകരിക്കുന്നതിനും അവരെ കൃത്യമായി ഇവിടെ വ്യാപാരം ചെയ്ത് ജീവിക്കുന്ന ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനും അവർക്ക് വേണ്ടുന്ന തരത്തിലേക്കുള്ള സാഹചര്യം സൃഷ്ടിക്കാനും നഗരസഭ ഒരുക്കമാണെന്നുള്ള തരത്തിലാണ് നഗരസഭാ കൗൺസിൽ ചർച്ച ചെയ്തിരിക്കുന്നത്. പക്ഷേ അവിടെ അനധികൃതമായിട്ട് ഇവിടെ ഈ പ്രദേശത്ത് പോലും ഇല്ലാത്ത, റേഷൻ കാർഡ് പോലും ഇല്ലാത്ത, അല്ലെ ഇവിടെ സ്ഥിരതാമസമില്ലാത്ത, ഈ സംസ്ഥാനത്ത് പോലും ഇല്ലാത്ത ചില ആളുകൾ സാമൂഹ്യ വിരുദ്ധ പ്രശ്നങ്ങൾ അടക്കം ഉണ്ടാക്കിക്കൊണ്ട് പൊതുവായ ആളുകൾക്ക് പരാതികൾക്ക് ഇടയാക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതായി അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ നമുക്ക് നഗരത്തിൻ്റെ വീതികളിൽ നഗരത്തിൻ്റെ വഴിയോരത്തിരുന്ന് കച്ചവടം ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് ഞങ്ങൾ ഒരുക്കത്തില്ല എന്ന് സൂചിപ്പിക്കുക. ഇത് ഭീതിരഹിതമായി ആളുകൾക്ക് യാത്ര ചെയ്യണം. ഭീതിരഹിതമായി നമ്മുടെ നാട്ടിലെ യുവതികളടക്കമുള്ളവർക്ക് യാത്ര ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ചില ആളുകൾ ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ തെരുവോരത്ത് വ്യാപാരം ചെയ്ത് ഉപജീവനം നടത്തുന്ന ആളുകളെ അവരെ സംരക്ഷിക്കാൻ, അവർക്ക് ഇരിപ്പിടങ്ങൾ ഒരുക്കാൻ, അവരെ ക്രമപ്പെടുത്താൻ ഒക്കെ നഗരസഭയുണ്ടാകും. അതിൻ്റെ പേരിൽ സാമൂഹ്യവിരുദ്ധമായ ചില ഇടപെടൽ ചില ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. അത് ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കത്തില്ല എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. എന്തായാലും ഈ നഗരത്തിലെ മുഴുവൻ ആളുകൾക്കും സ്വൈര്യമായി യാത്ര ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് വഴിയോരത്തെ ക്രമപ്പെടുത്തും എന്നുകൂടി സൂചിപ്പിക്കുന്നു.